അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് പിൻപറ്റിക്കോളൂ, അത് പിൻപറ്റി ഞങ്ങൾ രക്ഷപ്പെടും. ഇനി സൂറത്ത് അംബിയായിൽ അല്ലാഹ് എന്താ പറയുന്നത് അറിയോ? 21-ാം അധ്യായം 73-ാമത്തെ വചനം, വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഅഹൈനാ ഇലൈഹിം ഫീൽ ഖൈറാത്ത്. ഈ പ്രവാചകന്മാരെ മുഴുവനും നാം തെരഞ്ഞെടുത്തു. നിങ്ങളുടെ മാതൃകകളാണ്. വഹി അനുസരിച്ച് സംസാരിക്കുന്നവരാ, ഊഹം പിൻപറ്റുന്നവരല്ല. ഇനി ചിന്തിക്കേണ്ട പോയിന്റ് എന്നറിയോ? എല്ലാ നിഅമത്തും തരുന്നത് CM വലിയുള്ള എന്നാ. ഇനി നിങ്ങളൊന്ന് അർത്ഥം വെക്കി, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. എന്റെ അനുഗ്രഹം നിങ്ങളിൽ ഞാൻ പൂർത്തിയാക്കി. അപ്പൊ അനുഗ്രഹം പൂർത്തിയാക്കിയത് ആരാ? അള്ളയാണ്. ഖുർആന്റെ 5-ാം അധ്യായം 2. എത്ര ഖുർആനിക വചനത്തിനെതിരെ ഈ മൊയ്ലിയാർ നിങ്ങൾ വല്ലതും കരുതുന്നുണ്ടോ? ആകാശമുവിടെ വലിയ നീയാണ് എന്റെ രക്ഷാധികാരി, നീയാണെല്ലാ നിയമത്തും നൽകുന്നത്. തീർന്നില്ല. സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 7-ാമത്തെ വചനം. മൊയ്ലിയാരെ ഹൃദയത്തെ കീറി മുറിക്കുന്ന വചനം കേട്ടോളി. വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ നിഅമത്തിനോട് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ആ നിഅമത്തിനോട് നന്ദികേട് കാണിച്ചാൽ അള്ളാഹിന്റെ ശിക്ഷ കഠിനാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ ആയത്ത് പ്രകാരം അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് നിയമത്തുണ്ടോ കുല്ലും എല്ലാം അള്ളാഹിന്റെ അടുത്തുന്ന, കുല്ലം യുസീബന എല്ലാം പടച്ചോന്റെ അടുത്തുന്ന. മൊയ്ലിയാർ പറയണോ എല്ലാം CM വലിയുള്ളതിന്റെ അടുത്തുന്ന. ഇനി ചിന്തിക്കും, മൊയ്ലിയാർ പഴച്ചോനാണോ, കാഫറാണോ, മുശ്രിക്കാണോ, എന്താ ജാതി? എനിക്കറിഞ്ഞൂടാ. ഏതാ ജാതി എന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ഏത് മതത്തിലാണ് ഇതിനൊക്കെ പെടുത്തേണ്ടത്? കാരണം ഗണേശന് ഇങ്ങനെ ഒരു വിശ്വാസമല്ല, ജോർജിന് ഇങ്ങനെ ഒരു വിശ്വാസമല്ല, സാക്ഷാൽ അബൂജഹലിന് ഇങ്ങനെ ഒരു വിശ്വാസമല്ല. അപ്പൊ ഇവരെ ഏത് ഗണത്തിൽപ്പെടുത്തണം? നമ്മൾ പറയല്ലോ വല്ലാത്ത ജാതി, വല്ലാത്ത ജാതി, വല്ലാത്ത ജാതി. എന്റെ ഭാര്യ എന്നോട് ചോദിക്കാൻ, എന്താ നിങ്ങൾ ഉറങ്ങാത്തത്? മൊയ്ലിയന്മാരെ പറ്റി ഓർത്തിട്ട്, മൊയ്ലിയന്മാർ അനുയായികൾ ഓർത്തിട്ട് എനിക്ക് ഉറക്ക് വരുന്നില്ല എന്നാണ് ഞാൻ അവളോട് പറയുന്നത്. ഇത് സംഘടിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. ഇതിന്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവും. സഹോദരിമാരെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നിങ്ങൾ അമ്മായിന്റെ മൂത്തമ്മന്റെ ഒക്കെ മോളുണ്ടാവും, ദർഗെ പോന്നോള്. ഓളോടൊക്കെ പറയും നരകത്തിലേക്കാ നീങ്ങണത്. നിങ്ങളൊക്കെ ചിന്തിച്ചോ, മൊയ്തീൻ ഷെയ്ഖിനൊപ്പം മെല്ലെ AP സുന്നികൾ വിട്ട്, ശ്രദ്ധിച്ചോ, മൊയ്തീൻ ഷെയ്ഖിനെ മെല്ലെ ഔട്ടാക്കി. ഇനി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, എന്താ വരും അള്ളാഹുന്റെ റസൂലിനെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരാത്ത? അത് ചിന്തിച്ചോ നിങ്ങൾ എപ്പോഴെങ്കിലും? കാരണം CM വലിയുള്ള ഇതൊക്കെ ആരോപിക്കുന്നവർ എന്തുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിൽ ആരോപിക്കുന്നില്ല? അതിനൊരു കാരണമുണ്ട്. അത് എന്നോട് ഓല് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അബൂബക്കർ സിദ്ദീഖിനെ വലുതാക്കിയ മസ്ജിദ് നബവിയിൽ കബറല്ല, അവിടെ പൈസ ഒന്നും വരൂല, ഞങ്ങൾക്ക് ഇത്ര ശതമാനമൊന്നും കിട്ടൂല. കിട്ടുകയാണെങ്കിൽ CM അല്ല. കാരണം മഹാരാജനിക്ക് ബേയത്താ അവിടെ അങ്ങോട്ട് കാന്തപുരത്തിന്റെ തൊട്ടടുത്താ, 5 മിനിറ്റ് കൊണ്ട് എത്താം. അപ്പൊ അവിടെയുള്ള വരുമാനം മിണങ്ങണമെങ്കിൽ അത് CM വലിയതിനെ പറ്റി പറയണം. അല്ലാണ്ട് ഈസാ നബീനെ പറ്റി പറഞ്ഞ ആകാശത്തോടെ ഓർക്കുന്ന ഈസാ നബീനെ പറ്റി പറഞ്ഞ ആര് കായ് തരാനാ? ഒരു മറിയം ബീവി അവിടെ കായ് ഇടൂലല്ലോ, ഒരു സൈനവേ ഇടൂല. ഒടുങ്ങാക്കാട്ടിലെ പള്ളിയാണ് അവിടെ ഇടൂ. മിണുങ്ങാനാ? അതല്ല പറയുന്നേക്കെ നിങ്ങൾക്ക് മിണുങ്ങുന്ന പോലെ മൊയ്ലിയന്മാരാണ്. ആരാന്റെ ഹക്ക് മിണുങ്ങൽ ഒറ്റ വർഗ്ഗേ ഉള്ളൂ. ആയത്ത് കേട്ടോളി. ആയത്ത് നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിരുത്തി കേട്ടു നോക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ക്ഷമിക്കണം. നിങ്ങളുടെ അവസ്ഥ അല്ലാഹു കാക്കട്ടെ, ഈ ഉമ്മത്തിനെ പടച്ചോൻ കാക്കട്ടെ. ആയത്ത് കേട്ടോളിട്ടോ. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. എന്താ അല്ലാഹു പറഞ്ഞത്? പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷ ആളുകളും ജനങ്ങളെ സത്യവിശ്വാസികളെന്നാ വിളിക്കുന്നത്. ക്രിസ്ത്യാനിനോടൊന്നുമല്ല, സത്യവിശ്വാസിനെ വിളിച്ചിട്ട് അല്ല പറയാ. 9-ാം അധ്യായം സൂറത്ത് തൗബ 34 അല്ല പറയാണ്, മുഹമ്മദേ ബഷീർ എന്ത് സക്കാഫി AP ആയിക്കോ, ഒന്ന് ചിന്തിക്ക്. അന്റെ ഉസ്താദ് എന്നെ പിട്ടടിക്കുക, അതൊന്ന് മനസ്സിലാക്കുക. അല്ല ഖുർആനിൽ പറയാ. എന്നിട്ട് അല്ല പറഞ്ഞെന്നറിയോ? ഓൻ എന്തും വരുമാനാക്കുമ്പോ ഇനി ചിന്തിച്ചോ, ദീന് നിങ്ങളെ തെറ്റിച്ചാലല്ലാതെ ഉണ്ടാവൂല. അതായത് ഒറിജിനൽ ദീൻ നിങ്ങളെ പഠിപ്പിച്ചാൽ തിന്നാൻ കഴിയൂല. അതുകൊണ്ടുള്ള സൂറത്ത് യാസീൻ വായിക്കാൻ അല്ല നമ്മളോട് പറഞ്ഞ്. യാസീനിലൊരു കാര്യമുണ്ട്, പിട്ടടിക്കുന്ന മൊയ്ലിയന്മാരെ വിശ്വസിക്കരുത്. എങ്ങനെ അങ്ങനെ ഉണ്ടോ സൂറത്ത് യാസീൻ? എന്നാ കേട്ടോളിട്ടോ. ആ വാചകമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അള്ളാന്റെ ഖുർആനാണ്. സൂറത്ത് യാസീൻ 36-ാമത്തെ അധ്യായമാണ്. ഈ 36-ാം അധ്യായത്തിലെ വളരെ ശ്രദ്ധേയമായ 1-2 കാര്യങ്ങളാണ് കേട്ടോളിങ്ങൾ. എന്താ പറയുന്നത് അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പട്ടണത്തിന്റെ അങ്ങേയറ്റം വജാമിൻ നക്സൽ മദീനത്തി റജുലുൻ യസ്ആ ഖാല യാ ഖൗമി ഇത്തബിയുൽ മുർസലീൻ ഇത്തബിയു മൻ ലാ യസ്അലുകും അജ്റാ വഹും മുഖ്തദൂൻ. ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഈ 3 നബിമാര് നിങ്ങളോട് വയലേറിന് പ്രസംഗിച്ച് ഓലൊന്നും നിങ്ങളോട് ചോദിക്കണില്ല.
ഒരു കൊന്നിട്ട് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ നയിക്കുന്ന മഹല്ല് കാളിയാര് പേച്ചോന ഓ നമ്മളെ പിട്ടടിക്കുക. എന്തു അനങ്ങിയ പൊറാട്ട നിർണ്ണായി എന്തിനും പൈസ. ഇത് ഈ മനുഷ്യൻ പറയാണ് സൂറത്ത് യാസീൻ അള്ളാഹ് പരിചയപ്പെടുത്തുക. എന്നാൽ ഈ 3 നബിമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരു പരലോകമുണ്ട്, നരകമുണ്ട്, സ്വർഗമുണ്ട്, അള്ളാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയാണ്. ഒരു നമ്മളോട് ഒന്നും വാങ്ങുന്നില്ല, പ്രസംഗിക്ക് ഒരു പോവും. നമ്മളെ മൊയ്ലിയാമാരോ അൽഫാത്തിയ തട്ടിട്ട് വിരിച്ച് ആലോചിച്ച് നോക്ക്. എന്നിട്ട് ഈ മനുഷ്യനെ ഒരു കൊന്നു കളഞ്ഞു. ആ നാട്ടുകാർ ഈ മനുഷ്യനെ കൊന്ന്. എന്നിട്ട് ആ മനുഷ്യൻ പറയണം, പഠിച്ചോനെ ഞാൻ സ്വർഗത്ത് പോയത് ഇവർ കണ്ടിരുന്നെങ്കിൽ. ഇനി ഞാൻ നിങ്ങളെ സൂറത്ത് ഷുറായിലേക്ക് 127, 145, 160, 180 ഈ വചനത്തിലൊക്കെ അല്ലാഹ് പറയണ എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണ എന്താ വെച്ചാല് വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. ഇതിന്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ പിട്ടടിക്കില്ല, ഞങ്ങൾ നിങ്ങളോട് വരുമാനമൊന്നും ഉണ്ടാക്കില്ല, ഞങ്ങൾക്ക് നിങ്ങൾ പൈസ ഒന്നും തരണ്ട. ഇത് പറയുമ്പോൾ മറന്നോ കണ്ടൊക്കെ ഒരു പോയിന്റ് പറയാം. ഇപ്പൊ CM വലിയുള്ളതിനെയാണല്ലോ അള്ളയാക്കണത്. ഈ CM ദർഗ പൂട്ടിന്ന് വിചാരിക്കാം. CM ദർഗ പൂട്ടി സീലേച്ചു, അങ്ങോട്ട് ആർക്കും പോകാൻ പറ്റൂല. ഒരു 3 കൊല്ലം നിങ്ങൾ വിചാരിച്ചോ, ഞങ്ങൾ ഉറപ്പിച്ച ഒരു മൊയിലിയാരും CM വലിയുള്ളതിനെ പറ്റി പിന്നെ പ്രസംഗിക്കൂല. ഇനി വേറൊന്നോട് പറഞ്ഞുതരാം. ഈ CM വലിയുള്ളതിന്റെ ദർഗ ഉണ്ട്, പക്ഷെ ജനങ്ങളൊന്നും പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിച്ചോളി. ആരും അവിടെ പോകുന്നില്ല, പൈസ കൊടുക്കില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നും പോകുന്നില്ലെങ്കിൽ ഈ പ്രസംഗിച്ച മൊയിലിയാന്മാരെന്താ പറയാറോ? കള്ള ചെയ്താനെ, അന്നെ കൊണ്ട് ഒരു വരുമാനമില്ല, വാടുന്നത് അന്നെ പറ്റി പറയാൻ ഇനി ഞങ്ങൾ കിട്ടൂല. ഇത് ഈ പച്ചയായ ആവിഷ്കാരം നാടൻ മനുഷ്യന്മാർക്ക് മനസ്സിലാൻ വേണ്ടി നീ പറയുന്നു. അതുകൊണ്ട് നല്ലോണം നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ, മുഅ്ജിസത്തും കറാമത്തും വെച്ചിട്ടാണല്ലോ കളി. മുഅ്ജിസത്തും കറാമത്തും വെച്ചിട്ടാണല്ലോ കളി. മുഅ്ജിസത്ത് ഉണ്ട് എന്ന് പറയാനല്ല, മുഅ്ജിസത്തിന്റെ മറവിൽ പിട്ടടിക്കേ. ഒരു ഉദാഹരണം, ഏത് മനുഷ്യർക്കും നമ്മളൊക്കെ CM വലിയുള്ളതിനെ കണ്ടുപോകും. ഇനി നിങ്ങളെക്കാളൊക്കെ CM വലിയുള്ളതായിട്ട് ബന്ധമുള്ള ഒരാളാ ഞാൻ. എൻ്റെ അമ്മൻ്റെ കുടുംബക്കാരനാ CM വലിയുള്ള. അതായത് എൻ്റെ നാട് ബാലുശ്ശേരി, നന്മണ്ട, നരിക്കിനി, മടവൂര്, ആരാമ്പ്രം, ആ ഭാഗത്തായിരുന്നു CM വലിയുള്ള. എൻ്റെ അമ്മൻ്റെ വല്യമ്മൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് ഈ CM വലിയുള്ള. അവിടെയായിരുന്നു എൻ്റെ അമ്മൻ്റെ തറവാട്. ഇപ്പോഴും അവിടെ എൻ്റെ കുടുംബക്കാർ. ഞാനിപ്പോഴും ഇന്നും വന്നത് അതിലൂടെയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ മനുഷ്യൻ സ്വർണ്ണ ചെയിൻ ഇടും, കുപ്പായ ഇടൂല, കുളിക്കൂല, നിസ്കരിക്കൂല, നോമ്പ് നോൽക്കൂല. ഹോട്ടലിൽ പട്ടാപ്പകല് നോമ്പ് കാലത്ത് ജനങ്ങളൊക്കെ നോമ്പ് വെച്ചെടുക്കുമ്പോൾ ഒരു ചോറുന്നു എന്ന് പറഞ്ഞാൽ CM വലിയുള്ള ഒരു മാനസിക രോഗിയായിരുന്നു. അയാൾക്കൊരു നിയമമില്ല, അയാളിട്ട് നരകത്തിന് പോകില്ല ചിലപ്പോൾ. എന്താ കാരണം? അയാൾ ഭ്രാന്തനായിരുന്നു. ഭ്രാന്തന്മാർക്ക് അള്ള ഇളവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ ഭ്രാന്ത് ഇല്ലാത്ത മൊയ്ലിയാന്മാർക്ക് അള്ള ഇളവ് കൊടുക്കുമോ? സ്വബോധത്തോടുകൂടി മർക്കസ് സക്കാവത്ത് സുന്നിയെ പഠിച്ച് ആരാന്റെ ചോറെന്ന മൊയ്ലിയാന്മാർക്ക് അള്ള പുറത്തു കൊടുക്കുമോ? ചിന്തിക്ക്, ആലോചിക്ക്. ഇനി നിങ്ങൾ ആലോചിച്ച ഞാൻ ഒരു കഥ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിന്റെ കയ്യിൽ സ്വർണ്ണ മോതിരം കണ്ട്. ഇസ്ലാം എന്താ നിങ്ങൾ പഠിച്ചോളി. CM വലിയുള്ള എന്താന്ന് അവരുടെ കിതാബ് എന്നാണ് ഉദ്ധരിക്കുന്നത്. CM സ്മരണിക എന്നാ ഉദ്ധരിക്കുന്നത്. അതിന്റെ 39ാമത്തെ പേജ് നിങ്ങൾ വായിച്ചു നോക്ക്. CM സ്മരണികയുടെ നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിന്റെ കയ്യിൽ സ്വർണ്ണ മോതിരം കണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബെർലിങ്ങനെ പിടിച്ചു. നബി, നമ്മുടെ മുത്ത് നബി, ആ ബെർലിങ്ങനെ പിടിച്ചിട്ട് സ്വർണ്ണം ഇങ്ങനെ ഉരിയിട്ട് വലിച്ച് മരുഭൂമിയിലൊക്കെ ഒരൊറ്റേറ്. എന്നിട്ട് പറഞ്ഞു, ഈ സ്വർണത്തിന്റെ മോതിരം നിനക്ക് വേണ്ട, നീ ആണാ, നിനക്ക് വേണ്ട. നരകത്തിന്റെ ഒരു റിങ്, അഗ്നിയുടെ ഒരു റിങ് നിന്റെ കയ്യിൽ ധരിപ്പിക്കപ്പെടുന്നത് നിനക്ക് ഇഷ്ടാവുമോ? നമ്മുടെ റസൂല് ചോദിക്കുകയാണ്. അപ്പൊ അയാൾ പറഞ്ഞില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോയപ്പോ ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞു അറിയോ? റസൂലുള്ള പോയി, ഇനി എടുത്തിട്ടോ. അപ്പൊ ആ സഹാബി, ഈമാനുള്ള സഹാബി എന്താ പറഞ്ഞറിയോ? അള്ളാന്റെ റസൂൽ ഹറാമാക്കി, മരിക്കുന്നവരെ ഞാൻ ഇടൂല. ഇനി എന്റെ ചോദ്യം, ആ സഹാബിയും CM വലിയുള്ള എടുത്താൽ സ്വർണത്തിന്റെ ചെയിന് കഴുത്തിലിട്ട് കിടന്ന ഈ മനുഷ്യന് ഭ്രാന്തല്ലാതെ വേറെന്താ? സ്വബോധം ഉണ്ടെങ്കിൽ, ഈ സഹാബിയുടെ ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമല്ല, അള്ളാന്റെ ഖുർആനിൽ 4-ാം അധ്യായം 115 എന്താ പറയണറിയോ? സഹാബത്തിന്റെ മാർഗം വിട്ടാൽ ഓന്റെ അവസ്ഥ നരകത്തിലാണ്. സഹാബികളുടെ അവസ്ഥ എന്താ? സ്വർണ്ണം മോതിരം ഊരി എറിഞ്ഞാൽ പിന്നെ ഇടൂല, പിന്നെ ജീവിതത്തിൽ ശരീരത്തിൽ അവർ ഇടൂല. എങ്കിൽ CM വലിയുള്ള മുസ്ലിം ആണോ? നിങ്ങൾ പരിശോധിക്കും. CM വലിയുള്ള ഒരു മുസ്ലിം പോലും ആണോ? ഈമാൻ ഉണ്ടായിരുന്നു അയാൾക്ക്? പരിശോധിക്കും, ചിന്തിക്കും, ആലോചിക്കും. തീർന്നില്ല മോനെ, അടുത്ത ക്ലിപ്പിട്. അതേ സമയത്ത് അള്ളാഹ് അവന്റെ ഖലീഫയാക്കി നിയമിച്ച മഹാന്മാരെ കണ്ടിട്ടുള്ള ബറക്കത്ത്, അതാണ് ബഹുമാനപ്പെട്ട അശ്ശൈഖ് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ
ഒരാൾ കാണുന്നതിലൂടെ, അതാണ് ഇമാം ഇബ്നു അജീബ് തങ്ങൾ പറഞ്ഞത്, അവരെ കണ്ടാൽ ഫഖദ് റഅൽ ഹഖ്ഖ, അവർ അല്ലാഹുവിനെ കണ്ടതുപോലെ എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ അല്ലാഹുവിനെ കാണാൻ കഴിയില്ല. അതിന് പകരമായി വന്നത് അല്ലാഹു നിയമിച്ച അവന്റെ ഖലീഫയായ ശൈഖ് മടവൂർ, അവരുടെ വഴിയിൽ വന്ന ഉന്നതാധികാരികളായ മുദബ്ബിറുൽ ആലമി എന്ന് പറയുന്ന ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മശായിഖന്മാർ, അവരെ കണ്ടാൽ അല്ലാഹുവിനെ കണ്ട മഹത്വം നമുക്ക് അവരിലേക്ക് അങ്ങോട്ടൊന്ന് അടുത്താൽ, പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, നമ്മളൊന്ന് മെല്ലെ അവരിലേക്ക് അടുത്താൽ അവര് നമ്മളിലേക്ക് വളരെ കൂടുതലായി അടുക്കും. മനസ്സിലായോ? സി എം വലിയനെ കണ്ട അള്ളാനെ കണ്ട, അങ്ങനെയുണ്ട്. അപ്പൊ അള്ള ചെറുതായതാണോ സി എം വലിയ വലുതായതാണോ? അള്ളാഹുവിനോളം സി എം വലിയുള്ളതിനെ ഉയർത്തുക, അതാ അള്ള പറഞ്ഞു. അതിന്റെ പേരാ പച്ച മുശ്രിക്ക്. ഖുറാനിലെ 2-ാം അധ്യായം 165 വായിച്ചോ. ഈമാൻ ഉണ്ടെങ്കിൽ വായിക്കേ. വമിനന്നാസി, മനുഷ്യർക്കിടയിൽ ചില പിശാചുണ്ട്, ഇപ്പൊ പറഞ്ഞ പിശാചിനെ പോലെ. അള്ള പറയാണ് എന്താ? അള്ളാഹ്ക്ക് തുല്യാക്കുക, സി എം വലിയുള്ളതിനെ അള്ളാഹ്ക്ക് തുല്യാക്കുക. അങ്ങനെ ചില പിശാചുക്കൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. സൂറത്ത് ബഖറ 2-ാം അധ്യായം 165. അടുത്ത് കേട്ടോ മോനെ, അടുത്തിട്. ഇന്നും ബഗ്ദാദിൽ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിൽ നമ്മൾ പോയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും 2-3 റൂമുകൾ. അതേ കടന്നാൽ മാത്രമാണ് ജിലാനി തങ്ങളുടെ മഖ്ബറയുള്ള റൂമിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ആ റൂമുകൾക്കുള്ള വാതിലുകളിലെല്ലാം വലിയ കർട്ടൻ തൂക്കിയിട്ടുണ്ട്. എന്തിനാണ് ഈ വലിയ കർട്ടൻ അവിടെ തൂക്കിയതെന്നറിയുമോ? ജിലാനി തങ്ങളുടെ ജീവിതകാലത്തു തന്നെ അവിടുത്തെ മുഖത്തേക്ക് ആരെങ്കിലും നോക്കിപ്പോയാൽ അവരെ കണ്ണിന്റെ കാഴ്ചയതാ ഇല്ലാതെയാകുന്നു. അത്രയും ജലാലിയത്തിന്റെ ഹൈബത്തിന്റെ വഖാറിന്റെ കടുപ്പമായിരുന്നു. സുഹൃത്തുക്കളെ, ജിലാനി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, സംശയത്തോടെ അവിടുത്തെ മുഖത്തേക്ക് ആരും നോക്കാതിരിക്കാനും നോക്കുന്നവർക്ക് അപകടങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് സംരക്ഷണം കൊടുക്കാനും ബഹുമാനപ്പെട്ടവർ ഒരു മുഖമൂടി ധരിച്ചിട്ട് സഞ്ചരിക്കാറുണ്ടായിരുന്നു. ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാമിൽ ഇന്ന് വിശ്രമം കൊള്ളുമ്പോഴും അതേ ആ മഖാമിന്റെ അകത്തേക്ക് പുറത്തുകൂടി നടന്നു പോകുന്ന ആളുകൾ അതേ നോക്കിയാൽ അവിടുത്തെ മഖാം അദബില്ലാതെ കണ്ടുപോയാൽ അത് അപകടമായിരിക്കും എന്നതുകൊണ്ട് തന്നെ അവിടെ വലിയ കർട്ടൻ സ്ഥാപിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കിക്കോ. ഇത് മൊയ്തീൻ ഷെയ്ഖിനെ ഒരാൾ നേർക്കുനേരെ മുഖത്തേക്ക് നോക്കിയ കാഴ്ച പോയി പോകുന്നു. കഥകേടും വിവരക്കേടും ഉള്ളവരോട് വല്ല ചോദ്യം വൈദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. വലിയ ചെത്താനാ അത്. ഈ ചെത്താൻ ജീവിതത്തിൽ മാത്രം അവസാനിക്കണേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്താ പറയണേ? ഇബ്രാഹിം നബിന്റെ മുഖത്ത് നോക്കി വർത്താനം പറഞ്ഞ ആളാണ് ആസർ. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം ഖലീലുള്ള അള്ളാന്റെ കൂട്ടുകാരനാണ് ഇബ്രാഹിം നബി. ആ ഇബ്രാഹിമിന്റെ മുഖത്തേക്ക് നമ്രൂദ് നോക്കി, കാഴ്ച പോയില്ല. ബാപ്പ നോക്കി, കാഴ്ച പോയില്ല. നൂഹ് നബിന്റെ കൂടെ ഭാര്യ ജീവിച്ചു, കാഴ്ച പോയില്ല. അബൂജഹൽ നബീനോട് വർത്താനം പറഞ്ഞു, കാഴ്ച പോയില്ല. അപ്പോ ആരാ ശൈഖ് ജീലാനി? നിങ്ങൾ ആലോചിച്ചു. ഇനി ഒരു മുഅ്മിന്റെ മുഖത്ത് നോക്കിയ കാഴ്ച പോവുകയാണെങ്കിൽ അത് ഖൈറാണോ ഷർറാണോ? ഒരു മുഅ്മിന്റെ മുഖത്ത് പോലും മറ്റൊരാൾക്ക് നോക്കാൻ പറ്റാത്ത വിധം കാഴ്ച പോകുമെങ്കിൽ ആ മനുഷ്യൻ നല്ല മനുഷ്യനാണോ ഷർറാണോ? അള്ളാന്റെ റസൂലിനെ കുറിച്ച് ഖുർആൻ 21-ാം അധ്യായം 107 പറയണെന്തറിയോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. കാരുണ്യമായിട്ടാണ്. നബീനെ നോക്കിയാൽ തന്നെ കണ്ണു പൊട്ടെങ്കിൽ പിന്നെ ആ നബിക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങാൻ പറ്റുമോ? എന്നിട്ട് മുഖം മൂടി ഇടേണ്ടി വരിക. ഷെയ്ഖ് ജീലാനിക്ക് മുഖം മൂടി. ഈ വിവരദോഷിനൊക്കെ ശരിക്കും ചങ്ങായിമാരെ, എൻ്റെ അഭിപ്രായം കേട്ടോ, ഊളംപാറയെ കൊണ്ടുപോയി ഓല് പറയൂ, ഇത്ര വട്ട് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് കുറഞ്ഞ കുറവിലാണുള്ളത്, ചെറുതായിട്ട് മരുന്നുടിച്ച് മാറാൻ സാധ്യതയുണ്ട്, ഇജ്ജാദിനെ ഇവിടെ കൊണ്ടുവരരുത്. മാത്രമല്ല ഖുർആനെ പറ്റിയൊക്കെ പറയണമെന്ന് പറയും, അത് ജാഅത്തുക്കും ബസായിറും റബ്ബിക്കുന്നു. ഖുർആൻ വായിച്ചാൽ കണ്ണ് തുറക്കൂന്ന്. ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഖുർആൻ വായിച്ചാൽ മുസ്ലിങ്ങളെ കണ്ണു പൊട്ടുന്നു. ഇപ്പൊ പറയണേ ജീലാനിനെ കണ്ടാൽ തന്നെ കണ്ണു പൊട്ടുന്നു. അപ്പൊ ജീലാനി അത്ര ഷെറായിരുന്നു ഞങ്ങൾ പറയുന്നത്. അത് ഔലിയാന്റെ പോരിശയാ ആണോ? ആണോ? ചെക്കനെ കണ്ടാൽ തന്നെ അപ്പങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ ചെക്കൻ നല്ലതാണെന്നാണോ ചീത്തയാണെന്നാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ള കാഴ്ച കൊടുത്ത മനുഷ്യന്മാര് ഒരു വലിയനെ കാണുമ്പോഴേക്ക് കണ്ണു പൊട്ടിപ്പോകുമെങ്കിൽ ചെങ്ങായിമാരെ എവിടെയാണ് നമ്മളുള്ളതെന്ന് വല്ല ആലോചിച്ചിട്ടുണ്ടോ?
എന്താ നമ്മുടെ അവസ്ഥ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ജീവിതകാലത്ത് നാം പല മഹാന്മാരെയും കാണുമ്പോൾ അവര് പറയാറുള്ളത് അല്ലാഹു സുഖപ്പെടുത്തട്ടെ, ഞാൻ ദുആ ചെയ്യാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ശൈഖുന ജീവിതത്തിൽ ആരോടെങ്കിലും അല്ലാഹു സുഖപ്പെടുത്തട്ടെ എന്നല്ല പറയാറുള്ളത്. അത് ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ സുഖപ്പെടുത്തി, ആ കേസ് ഞാൻ വിധി പറഞ്ഞു എന്ന് അസന്നിഗ്ധമായി പറയാനുള്ള അധികാരം അല്ലാഹു നൽകിയില്ലേ? എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഇനി സമസ്തന്റെ മദ്രസിൽ രോഗികളെ സന്ദർശിക്കുമുള്ള പ്രാർത്ഥന ഇനി ആവശ്യമല്ല. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാവുണ്ടോ? അതായത് ഏത് മഹാനോട് നമ്മൾ എനിക്ക് രോഗമാണ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അള്ള ശിഫിയാക്കട്ടെ എന്നാണ് എല്ലാ മഹാന്മാരും പറയാ. പക്ഷെ CM വലിയുള്ള എനിക്ക് രോഗിയാണെന്ന് പറഞ്ഞാൽ പറയുന്നത് അല്ലൊന്നും വേണ്ട, എനിക്ക് ഞാൻ മതി, പടച്ചോൻ ആവശ്യമല്ല എനിക്ക്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇയാൾ മുസ്ലിം ആണോ, മനുഷ്യനായിരുന്നോ? മനുഷ്യന്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ? അയാളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അയാൾ പറഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊക്കെ വെറുപ്പിട്ടടിക്കാൻ വേണ്ടി പറയണ. ഇനി ഒരു ഇഞ്ചി ഈമാനുള്ള ഒരു മുസ്ലിം പറയോ അല്ല രോഗം മാറ്റണ്ട ഞാൻ മാറ്റൂന്ന് പറയോ? നിങ്ങൾ ചിന്തിക്കും. ഒരു കാഫറായ മനുഷ്യൻ പോലും അവസാനം പറയുന്നത് എന്താ? ഒരു സത്യനിഷേധി, ഒരു നിരീശ്വരവാദിയായ ഡോക്ടർ പോലും അവസാനം പറഞ്ഞു, ഇനി നിങ്ങൾ പടച്ചവനോട്, നിങ്ങളുടെ വിശ്വാസപ്രകാരം പടച്ചവനോട് പറഞ്ഞോളേ അല്ലേ, നിങ്ങൾക്ക് പടച്ചോൻ ആവശ്യമല്ല, ഞാൻ ഏറ്റെടുത്തു. നിങ്ങൾ ചിന്തിക്കും. അല്ലാഹുമ്മ റബ്ബന ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിന്റെ കൂട്ടുകാരനാ. എന്നിട്ട് പോലും ഇബ്രാഹിം നബി പറയണെന്തറിയോ? എനിക്ക് രോഗം വന്നാൽ ഞാൻ മാറ്റുന്നല്ല, ഇബ്രാഹിം നബി മാറ്റുന്നല്ല, വൈദാ മരിത്തു ഫൗവ യശ്ഫീൻ, എനിക്ക് രോഗം വന്നാൽ ഷിഫിയാക്കുന്നത് പടച്ചോനാണ്. ഇവര് പറയണതോ CM വലിയുള്ളയാണ്. അപ്പൊ അല്ലാഹുമ്മ റബ്ബൻ നാസ് ലാ ബഅസ തൂർ ഇൻഷാ അല്ലാഹ് ഇനി മദ്രസയെ പഠിപ്പിക്കേണ്ടതില്ല. കാരണം അതൊക്കെ അള്ളയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി CM വലിയുള്ള ഏറ്റെടുത്ത്, അത് ഞാൻ ഏറ്റെടുത്തു, അത് ഞാൻ പൂർത്തിയാക്കി, അത് ഞാൻ വിജയിപ്പിച്ചു. ഇനിയെങ്കിലും ഞാൻ ഈ മണ്ഡലം സമ്മേളനത്തിൽ, ഈ പറഞ്ഞ അങ്ങാടിപ്പുറം മണ്ഡലം സമ്മേളനത്തിൽ ഈ പ്രദേശത്ത് വെച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, സമസ്ത പഴിച്ചിട്ടുണ്ടോ അല്ലേ? സമസ്തന്റെ മതം ഇസ്ലാമാണോ അല്ലേ? അടുത്തൊന്ന് കേട്ടോളിട്ടോ. മടവൂര് ശൈഖുനായെ കണ്ടിങ്ങനെ ഇരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാളുടെ ആ നോട്ടം ഇബാദത്താണ്. ആ ഇരുത്തം ആയിരക്കണക്കിന് കൊല്ലങ്ങൾ നിങ്ങൾ എന്തൊക്കെ ഇബാദത്ത് ചെയ്താലും ആ സെക്കൻഡിനത് മതിയാവുകയില്ല. മടവൂർ CMന്റെ മുഖത്തേക്ക് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് കുറഞ്ഞ സമയം നോക്കിയാല് 1000 കൊല്ലം ഇബാദത്ത് ചെയ്താൽ പോലും ആ നോട്ടം അതിന്റെ മേലെയായിരിക്കും. ഞാൻ ചോദിക്കണേ, ഈ നൗഷാദ് അഹ്സനി എന്ന് പറഞ്ഞ നല്ല പിശാജിന്റെ, അതായത് പിശാജ് ബാധ ഏറ്റിട്ടുള്ള വലിയ ജീവിതങ്ങൾ, അതൊക്കെ ഖുർആനിൽ പറയുന്നുണ്ട് സൂറത്ത് ശുറായിൽ. ഇവനൊക്കെ പിശാജാണ് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല, നിങ്ങൾ ആലോചിച്ചു ഇത് എവിടുന്ന് കിട്ടി? ഒരു മിനിറ്റ് റസൂലിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾ ആലോചിച്ചു, അങ്ങനെ ഒരു സിദ്ധാന്തം ഉണ്ടോ? നബീന്റെ മുഖത്ത് ഒരു മിനിറ്റ് നോക്കിയാൽ 1000 കൊല്ലം ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയും അങ്ങനെ ഉണ്ടോ? ലൈലത്തുൽ ഖദറിന്റെ കൂലി പോലും എന്താ? 80 കൊല്ലം ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയാ. ഇവിടെയോ CM അതെന്നെ ലൈലത്തുൽ ഖദർ രാവും മുഴുവൻ ഉറക്കൊഴിഞ്ഞ് രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്ത് അതിൽ മുഴുകി അവസാനത്തെ 10 ആക്കുന്നതിനുള്ളതാണ് ലൈലത്തുൽ ഖദർ. ഇവിടെ പറയുന്നതോ ശൈഖുവിന്റെ മുഖത്ത് ഒറ്റ നോട്ടം നോക്കിയാൽ മതി, അതിന് ജാതി മതമൊന്നുമില്ല. ഇവരൊക്കെ എവിടുന്ന് മതം പഠിച്ചു? ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടെന്നറിയാം. ഈ മൊയ്ലിയാരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഈ നൗഷാദൊക്കെ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലം മുതൽ ഹറാമ് മാത്രം തിന്നോണ്ടാണിത്, ഹലാല് തിന്നാത്തോണ്ടാണ് ഈ പ്രശ്നം. ആ ഹറാമ് തിന്നിട്ടാണ് ഈ പറയുന്നത്. ഇനി ഈ ചങ്ങായി പറയുന്നത് വേറൊരു ക്ലിപ്പ് കൂടി നിങ്ങളൊന്ന് കേട്ടോളിട്ടോ. മടവൂർ ശൈഖുനയെ കാണാൻ കഴിഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. അവിടത്തെ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഒരൽപ്പം പറയാം, ഇന്ന് കൂടുതലൊന്നും പറയുന്നില്ല. അവിടെ ഒന്നൊരിക്കൽ പറഞ്ഞു, എന്നെ ഹയാത്തിൽ കണ്ടവരോ ഞാനുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവരുടെയോ ശരീരം നരകത്തെ തൊട്ട് ഹറാമാണ്. ശൈഖ് മടവൂർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നെ ഒരാൾ നേരിൽ കണ്ടാൽ അവന്റെ ശരീരം നരകത്തിൽ നിന്ന് ഹറാമാണ്, നരകത്തെ തൊട്ട് ഹറാമാണ്. കേൾക്കണ്ടോ നിങ്ങള്? നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന AP സുന്നികളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ എവിടെയാന്ന് പോലും അറിയില്ല, എന്തിലാണുള്ളതെന്ന്. ഇതൊക്കെ എങ്ങനെ പഴിച്ചുപോയി? എന്താ പറഞ്ഞത് മനസ്സിലായോ? ശൈഖ് മടവൂരിന്റെ മുഖത്ത് ഒരാൾ നോക്കിയാൽ കാണാൻ ഭാഗ്യം ഉണ്ടായ ആ നഫ്സ് പിന്നെ നരകത്ത് പോല.
ഓൻ ക്രിസ്ത്യാനി ആയാലും പോവില്ല, ജൂതനായാലും പോവില്ല, നിരീശ്വരവാദി ആയാലും പോവില്ല, ഇ.എ. ജബ്ബാർ ആയാലും പോവില്ല, ആരായാലും പോവില്ല. ഏതാ മതോ? നൗഷാദ് അഹ്സന്റെ മതം ഏതാ? മുഹമ്മദ് നബീന്റെ മുഖത്ത് അബൂജഹൽ നോക്കിയിട്ടുണ്ട്, ഇബ്രാഹിം നബീന്റെ മുഖത്ത് ബാപ്പ നോക്കിയിട്ടുണ്ട്. എന്തിന്? നൂഹ് നബീന്റെ കൂടെ ഭാര്യ കിടന്നു, അവർ ശരീരം പങ്കുവെച്ചു, അതിൽ മോനുണ്ടായി. നൂഹ് നബീന്റെ മോൻ നരകത്തില്, നൂഹ് നബീന്റെ ഭാര്യ നരകത്തില്, ലൂത്ത് നബീന്റെ ഭാര്യ നരകത്തില്. പക്ഷെ ഫഖാല അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ ഫിറൗന്റെ ഭാര്യ സ്വർഗത്തില്. കണ്ടോ? ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാ. 66-ാം അധ്യായം 10, 11, 12. ഇവൻ പറയുന്നതോ CM വലിയുള്ളതിനെ ജീവിതത്തിൽ നോക്കി ഏതെങ്കിലും രൂപത്തിൽ ബന്ധപ്പെടുകയും ചെയ്താൽ നരകം നിഷിദ്ധാണ്. ഇവനോട് ആര് പറഞ്ഞു? അള്ള പറഞ്ഞോ നരകം നിഷിദ്ധാണ്? അത് നമ്മുടെ ഈ കാലത്ത് 10-20 കൊല്ലം മുമ്പ് ജീവിച്ച് ഈ മണ്ണെന്ന് വിട പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് ഈ പറയുന്നത്. ആ മനുഷ്യന്റെ മുഖത്തൊരാൾ നോക്കിയാല് കണ്ടാല് പിന്നെ നരകത്ത് പോല. പിന്നെ ഇസ്ലാമിന് എന്ത് പ്രസക്തി? ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവശ്യമില്ല, നിസ്കാരം ആവശ്യമില്ല, നോമ്പ് ആവശ്യമില്ല, ഹജ്ജ് ആവശ്യമില്ല, ഇബാദത്തുകൾ ആവശ്യമില്ല, ഇഖ്ലാസ് ആവശ്യമില്ല. CM വലിയൊന്ന് കണ്ടാതി. എന്റെ ചോദ്യം, CM വലിയുള്ള ജനിച്ച് വളർന്ന നാട്ടിൽ ഹിന്ദുക്കളുണ്ട്, എനിക്കറിയാം, ഗണേശനും സുരേന്ദ്രനും ഉണ്ട്. ഓൻ സ്വർഗത്ത് പോവോ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഇനിയും പറയാം. ആകാശത്തിന്റെ ചുവട്ടിൽ ആദം നബിയുടെ മക്കളുടെ പരമ്പരയിൽ നൗഷാദ് അഹ്സനെ പോലെ ഒന്നും പേച്ച ഫിറൗൻ പോലും ഇയാളെക്കാളൊക്കെ എത്രയോ ബെറ്ററാ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കി, ഇവനേക്കാളൊക്കെ എത്രയോ ബെറ്ററാ. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹളറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത, ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഒരു കൺകെട്ട് വിദ്യയും ഒരു മാരണവും ഒരു കുട്ടിച്ചാത്തന്റെ സേവയും ഖുതുബുൽ ആലം ശൈഖുനാന്റെ ഹളറത്തിൽ വിലപോവില്ല. അവര് ഐനുൻ നൂറാണ്, അവര് ഒറിജിനൽ നൂറ് നേടിയ മഹാനരാണ്, അവര് സുൽത്താനുൽ ഔലിയാണ്, അവര് ഖുതുബുൽ ആലമാണ്. ഞാൻ അറിയാതെ ഒരു ഇല പോലും മനങ്ങുന്നില്ല. ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും അപ്പപ്പോൾ നടക്കുന്ന സംഭവങ്ങളെ ശൈഖുന നിരീക്ഷിക്കുകയാണ്. ഞാൻ അല്പം കണ്ണടച്ചു പോയാൽ വാനലോകത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമെന്ന് ഖുതുബുൽ ആലം ശൈഖുന മടവൂർ. കേട്ടല്ലോ? പകരം അഹ്സനിന്റെ ലോകം മുഴുവനും CM വലിയുള്ള അങ്ങനെ കണ്ടു കിടക്കുക. സ്വന്തം ഹൃദയം നിന്നപ്പോ അത് നിയന്ത്രിക്കാൻ പറ്റാത്ത മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്വന്തം ശരീരത്തിന്റെ അവയവങ്ങൾ നിയന്ത്രിക്കാനാവാതെ, ഏറ്റവും ചുരുങ്ങിയ ഒന്നും തോന്നരുത് നിങ്ങൾക്കൊന്നും, കക്കൂസ് പോകാൻ മുട്ടിയ അത് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത മനുഷ്യൻ, മൂത്രയിക്കാൻ മുട്ടിയ അത് പിടിച്ചേക്കാൻ കഴിയാത്ത മനുഷ്യൻ, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യനെ നിയന്ത്രിച്ചിങ്ങനെ കിടക്കുകയാണ്. നിയന്ത്രിച്ചിങ്ങനെ കിടക്കുകയാണ്. ഇനി പേരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പേരോട് കുറച്ചൊക്കെ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, അറിയാലോ? പേരോടിന് ചെറിയ, കാരണം വയസ്സാകുമ്പോൾ മരണത്തെ പേടിക്കും. ആദ്യകാലത്ത് മാത്രമല്ല, 10-21 സെന്റർ പൈസയൊക്കെ ഉണ്ട്. ഇനി പ്രത്യേകിച്ച് ദുനിയാവ് ആവശ്യമില്ല. ഇനി ആഖിറത്ത് കട്ടപ്പുകയാവുന്ന മനസ്സിലാക്കി പേരോട് ചോദിക്കണം എന്നറിയോ? ഷെയ്ഖ്, അതായത് CM വലിയുള്ള ഒന്ന് അശ്രദ്ധ ആയി പോയാല് ഫ്ലൈറ്റ് കൂട്ടിയിടിക്കുന്നു. അപ്പൊ പേരോടിന് കുറച്ചൊരു ഏതോ മുജാഹിദ് കുട്ടി 2 മിനിറ്റ് കൂടെ ഇരുന്നിണ്ടാവും, അതിന്റെ ഒരു ബുദ്ധി. അപ്പൊ മുമ്പ് ചോദിക്കുകയാണ്, CM വലിയ ജനിക്കുന്നതിന് മുമ്പും ഫ്ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, ആരാ നിയന്ത്രിച്ചോ? എന്റെ വാപ്പയായിരിക്കുമോന്ന്. മനുഷ്യന്മാരെ, പേരോടിന് വരെ നേരം വെളുത്ത്. പേരോട് നാട്ടിൽ വന്ന മുജാഹിദിന് വേരോടുന്ന എന്ന് പണ്ട് പറഞ്ഞിരുന്നത്. നിങ്ങൾ ആലോചിക്ക്, ഫ്ലൈറ്റ് മാത്രമല്ല, അള്ളാഹിനെ പറ്റിയാണ് ആയത്തുൽ കുർസിയിൽ പറയുന്നത്. അള്ളൊന്ന് അശ്രദ്ധമായാൽ അള്ളാഹ് കൊറക്കില്ല, മയക്കില്ല, അശ്രദ്ധയില്ല. അതൊക്കെ CM വലിയതൊക്കെ വകച്ചു കൊടുക്കുക. നിങ്ങൾ ചിന്തിക്ക്, ആലോചിക്കുക. പുരോഹിതന്മാർ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ചൂഷണമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു 3-4 ആയത്ത് പറഞ്ഞു തന്നുകൊണ്ട് അർത്ഥം പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രസംഗം വൈൻഡപ്പ് ചെയ്യാം. അത് നിങ്ങൾ നല്ലോണം കേൾക്കണം. അള്ളാഹനെ ഓർത്തിട്ട് നിങ്ങൾ കേൾക്കണം. നമ്മുടെ പരലോകത്തിന് വേണ്ടി നിങ്ങൾ കേൾക്കണം. തെറ്റിപ്പോകാൻ അവസരം ഉണ്ടാകരുത്. എന്തുകൊണ്ടെന്നാൽ ഇനി അങ്ങോട്ട് ഇത്രയും ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടു. ഇത് നിങ്ങളൊന്നും ഉറങ്ങരുത്. ഇന്ന് പോയിട്ട് വലത്തോട്ട് ഇടത്തോട്ട് APEK സുന്നിയൊക്കെ വലത്തോട്ട് ഇടത്തോട്ട് തിരിഞ്ഞു കിടക്കണം. അപ്പൊ എന്താ വെച്ചാൽ ഉറക്കുണ്ടാവില്ല. അപ്പൊ മൂത്രമൊഴിക്കാൻ മുട്ട ഇടക്ക് ഇങ്ങനെ പോവുക, വെള്ളം കുടിക്കുക, ഇരിക്കുക, ചിന്തിക്കുക. എന്നാലും ആ ചെങ്ങായി പറഞ്ഞ ചില കാര്യം ചിന്തിക്കേണ്ട തന്നെ ഉണ്ട്. നമ്മൾ ഉസ്താദുമാരെ പോക്ക് അത്രമേൽ അപകടമാണ് എന്ന് മനസ്സിലാക്കാൻ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഏറ്റവും രസമായ ഇതിലൊരവസ്ഥ എന്താ അറിയോ? മറിയം ബീവിന്റെ കറാമത്ത് കണ്ണുകൊണ്ട് കണ്ട ആളാ സക്കരിയ നബി.
ആ കണ്ണുകൊണ്ട് കണ്ടപ്പോ സക്കരിയ നബി ചോദിക്കണം മറിയമിനോട്, അല്ല ഇപ്പൊ സീസണൊന്നും അല്ല, ഇങ്ങനെ പഴവും ഭക്ഷണവും ഭക്ഷണത്തളികയൊന്നും ഇറങ്ങേണ്ട ഒരു അവസ്ഥയല്ല. അന്നാ ലക്കി ഹാദാ, അല്ല മറിയമേ ഇത് എവിടുന്ന് കിട്ടി? മറിയമേ ആ സീസൺ അല്ലാത്ത കാലത്ത് മിഹ്റാബിൽ നിനക്ക് ഭക്ഷണം ഇറക്കി തരുന്ന കറാമത്ത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയാണ്. അന്നാ ലക്കി ഹാദാ, ഇത് എവിടുന്നാ കിട്ടിയേ? ഇനി ചിന്തിക്കാം. ഖുർആനിലെ 3-ാം അധ്യായം 36, 37, 38, 39, 42 വരെയുള്ള വചനം. ഇനി നല്ലോണം ചിന്തിക്കണം കേട്ടോ. മറിയമിനോട് ആകാശത്ത് നിന്ന് ഭക്ഷണം ഇറങ്ങി, അതൊരു അത്ഭുതമാണല്ലോ, ഒരു കറാമത്താണല്ലോ. നൂല് കെട്ടി ഇറക്കുന്നല്ല, ഭക്ഷണം ഇങ്ങനെ ഇറങ്ങി വരിക അതായോട്ട്. അത് കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. നമ്മളൊരു വലിയന്റെ കറാമത്ത് നമ്മൾ കണ്ടിട്ടില്ല, മൊയ്ലിയന്മാർ പറഞ്ഞു കേട്ടെന്നല്ലാതെ. മൊയ്ലിയന്മാരും വേറുള്ളവർ പറഞ്ഞു കേട്ടാ, അല്ലാണ്ട് നേരിട്ട് ആരും കണ്ടിട്ടില്ല. പക്ഷെ സക്കരിയ നബി നേരിട്ട് കറാമത്ത് കാണുകയാണ്. കാണുമ്പോ സക്കരിയ നബി ചോദിക്കാൻ, അന്നാലക്കി ഹാദാ, എവിടുന്നാമോ മറിയമേ? അപ്പൊ മറിയം ബീവി എന്താ പറഞ്ഞേ? ഞാൻ ആരാ മോള്? ഇവിടെ മൊനമ്പത്തൊരു ബീവി വരാനുണ്ട്. ബീവി പോലും ഇവിടെ എത്ര പത്രാസിലറിയോ? ഞാൻ എന്റെ കഴിവല്ലത്, ഇത് ഞാൻ വിചാരിച്ച എപ്പോഴും പ്രകടാക്കാൻ പറ്റും. അങ്ങനെയാ മറിയം ബീവി പറഞ്ഞു? അല്ല, അള്ളാന്റെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരിക. അന്നാലക്കി ഹാദാ എന്ന് ചോദിച്ചപ്പോ കാലത്തു ഹുവ മിൻ ഇൻദില്ലാ, ഇതെനിക്ക് അള്ളാന്റെ അടുത്ത് നിന്നാണ്. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ചിന്തിക്കണം. കറാമത്ത് ഏത് വ്യക്തിയിലൂടെയാണോ പ്രകടിപ്പിക്കപ്പെട്ടത് അത് ആ വ്യക്തിയുടെ കഴിവല്ല. ഒന്ന്, ആരിലൂടെയാണോ കറാമത്ത് പ്രകടിപ്പിക്കപ്പെട്ടത് ആ വ്യക്തിയെ ഡിലീറ്റ് ചെയ്തു സക്കരിയ നബി. ഒന്നുകൂടി ചിന്തിക്കുക. മറിയം ബീവിയിലൂടെയാണ് കറാമത്ത് കാണുന്നത്, മറിയം ബീവിയെ ഒഴിവാക്കി. കറാമത്ത് കൊടുത്തത് അല്ലയാ, അതുകൊണ്ട് സക്കരിയ നബി അള്ളാനെ പിടിച്ച്. അതുകൊണ്ട് കറാമത്ത് കണ്ട സക്കരിയ നബി വഹാബി ആയതുകൊണ്ട്, സമസ്തക്കാരനല്ലാത്തത് കൊണ്ട് മറിയം ബീവിനെ സക്കരിയ നബി വിട്ടു. കറാമത്തുള്ള മറിയം ബീവിനെ വിട്ടു, ഒഴിവാക്കി. കറാമത്ത് കൊടുത്ത റബ്ബിനെ പിടിച്ചു. മുജാഹിദുകൾ പറയുന്നതാ. അതുകൊണ്ട് നിങ്ങൾ കണ്ടോ, ഹുനാലിക ദാ സക്കരിയ, ഹുനാലിക ദാ സക്കരിയ റബ്ബഹു, റബ്ബിനോട് സക്കരിയ നബി തേടി. ശരിക്കും കറാമത്ത് മറിയം ബീവിയിലൂടെ പ്രകടിപ്പിച്ച്, ശരിക്കും സമസ്തക്കാർ പറയുന്ന പ്രകാരമാണെങ്കിൽ മറിയം ബീവിനോടുള്ള തേടേണ്ടി. പക്ഷെ സക്കരിയ നബി തലച്ചോറ് വർക്ക് ചെയ്യുന്ന, പെരിച്ചായി തലച്ചോറ് തിന്നാത്ത വഹാബി ആയതുകൊണ്ട് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മറിയം ബീവിനെ വിട്ടു, അള്ളാനെ പിടിച്ചു. എനിക്ക് കുട്ടികളെ തരണേ അള്ളാ, സീസൺ അല്ലാത്ത കാലത്ത് മറിയമിന് ഭക്ഷണം ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ റബ്ബേ എനിക്ക് കുട്ടികളെ തരാൻ നിനക്ക് കഴിയും. അപ്പൊ കഴിവ് അള്ളാഹുലേക്ക് ആരോപിക്കരുത്, എന്ന് അള്ളാഹുലേക്ക് ചേർക്കുക ചെയ്ത്, മറിയമിലേക്ക് ആരോപിക്കല്ല ചെയ്ത്. മനസ്സിലായോ? 2, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയ ഒരു അധ്യായം സൂറത്തു താഹയ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അറിയില്ല. മൂസാ നബിന്റെ കയ്യിൽ വടിയാന്ന് അള്ളാഹ് അറിഞ്ഞൂടെ? മൂസാ നബിന്റെ കയ്യിൽ വടിയാന്ന് അള്ളാഹ് അറിയാത്തത് കൊണ്ടാണോ ചോദ്യം? വമാ തിൽക ബി യമീനിക യാ മൂസാ. മുജാഹിദുകളെ ശരിക്കും മനസ്സിലാക്കി, നമ്മുടെ അഖീദന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കിയോ? വമാ തിൽക ബി യമീനിക യാ മൂസാ, അള്ളാഹ് അറിഞ്ഞൂടായിരുന്നു മൂസാ നബിന്റെ കയ്യിൽ വടിയാന്ന്. പക്ഷേ സമസ്തയും മർക്കസ് സക്കാഫത്ത് സുന്നിയും വരും, ഷിയാക്കളും വരും, അള്ളാഹ് അറിയാം. അതുകൊണ്ട് മൂസാ നബിനെ കൊണ്ട് അള്ളാഹ് പറയിപ്പിക്കും. ഈ വടിക്ക് മൂസാ നബി മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ. ശരിക്കും മൂസാ നബി പറയേണ്ട എന്താ? ഇതോ അള്ളാഹ് ഞാൻ കാണിച്ചത് എന്താ സംഭവം എന്നാ വിചാരിച്ചേ? ചെങ്കടല് കണ്ടാ പടർന്ന് കണ്ട അള്ളാഹ്, ഇത് മാന്ത്രിക വടിയാട്ടോ അള്ളാഹ്. അപ്പുറത്ത് കല്ല് അടിച്ച് അള്ളാഹ് 12 ഉറവര്. അള്ളാഹ് ഈ വടി സംഭവം ഞാനാരാ മോന് എന്നല്ല. അപ്പൊ മൂസാനെ പറയും ഇതൊരു വടിയാണല്ല, ആടിനെ ഇല തൊഴിച്ചു കൊടുക്കും, പിന്നെ അതിങ്ങനെ കുത്തിപ്പിടിക്കൂ, ചെന്നായൊക്കെ വന്ന ഒന്ന് വീശു, അതിനാണ് പടച്ചോനേത്. അത് മൂസാ നബിനെ കൊണ്ട് പറയിപ്പിച്ചെന്തിനറിയോ? തൗഹീദ് വിശ്വാസികളെ പഠിപ്പിക്കാൻ. മൂസാ നബിക്ക് ആ വടി എന്നിട്ട് അല്ല പറയാ, ശരി ഈ കാര്യമല്ലേ ആ വടി കൊണ്ട് നിനക്കുള്ളൂ, എന്നാലേ നീ ആ വടിയൊന്ന് നിലത്തിട്ട് ഞാൻ ചിലത് കാണിച്ചു തരാം. ചിന്തിക്കാനാണ്. ശരിക്കും ചെങ്കടലിന്റെ അടുത്ത് ഫിറൗനും കൂട്ടരും വന്നപ്പോൾ പിടിക്കപ്പെട്ടത് തന്നെ മൂസ എന്നാണ് ആര് പറഞ്ഞത്? മൂസാ നബിന്റെ കൂടെയുള്ള ആളുകൾ. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കൂടെയുള്ള ആളുകൾ പിടിക്കപ്പെട്ടത് ശരിക്കും സമസ്തയായിരുന്നു മൂസാ നബി എങ്കിൽ. മൂസാ നബി എന്താ വേണ്ട? ഈ വടി ബേജാറാണ്ട, അങ്ങനല്ലേ? അല്ല, മൂസാ നബി അള്ളൊരു വഴി കാണിച്ചു തരുവും, അള്ളൊരു വഴി കാണിച്ചു തരുവും വ്യക്തം. അപ്പൊ പടച്ചോന്റെ, അതുകൊണ്ടാണ് ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് 4 ആയത്ത് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ വലൗ യറല്ലദീന ളലമു ഇദ യറൗനൽ അദാബ് അന്നൽ ഖുവത ലില്ലാഹി ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നറിയോ, മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട് അള്ളാനെ സ്നേഹിക്കുന്ന പോലെ ചില ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ.
എന്നിട്ട് അവർ ആ ഔലിയാക്കളുടെ കറാമത്ത് മുഴുവൻ കള്ളത്തരവും പറയും. അല്ല പറയാ. എന്നിട്ട് ആഖിറത്തിൽ അവർ വരും. ഉസ്താദും വരും, പകര ഹസനെയും നൗഷാദ് ഹസനെയും അബ്ദുസ്സലാം സക്കാഫിയും കാന്തപുരം ഒക്കെ വരും പരലോകത്ത്. അല്ല പറയാ. അനുയായികളുണ്ടാവും. എന്നിട്ട് കാന്തപുരം ഉസ്താദ് അനുയായികളോട് മത്സരയെന്ന് പറയാ. റഹ്മാനായ റബ്ബ് പറയാ, വോട്ട് ചെയ്തോളി. എന്താ പറയണ അറിയോ? അന്നൽ ഖുവ്വത്തലില്ലാഹി ജമീഅ. CM വലിയുള്ളക്ക് ഈ കഴിവൊക്കെ കൊടുത്തെന്ന് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലേ? അത് നിങ്ങൾ മക്കാമ് പൈസ ഇട്ട് ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടി ദുനിയാവെന്ന് പറഞ്ഞാൽ വേറെ പഠിച്ച വിവരവും വിദ്യാഭ്യാസമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലല്ലോ. അൽഫാത്തിയൻ്റെ അകമ്പടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ പറ്റിച്ചതാണ് അന്നൽ ഖുവ്വത്തലില്ലാഹി ജമീഅ. ഇവിടെ തുടങ്ങണേന് എങ്ങനെ അറിയോ? വലൗ യറല്ലദീന വലമു. ഇത് ഈ ലാലിമ്, ഈ ആലിമ് എന്നല്ല, ഈ ലാലിമ് ശിക്ഷ കാണുമ്പോൾ പറയും, ദാ എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്, നിങ്ങൾക്ക് കഴിവില്ല. എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്, എല്ലാ കഴിവും അള്ളാഹ്ക്കാണ്. എന്നിട്ട് എന്താ ഉണ്ടാവുക? അതാ അടുത്ത വാചകം. ഇത് നേതാക്കന്മാർ അനുയായികളെ വിട്ടൊഴിഞ്ഞു മാറുകയും, അതായത് കാന്തപുരം ഉസ്താദ് അനുയായികൾ ഒഴിവാക്കും, ശിക്ഷ നേരിൽ കാണുകയും അവർ ഇരുഭാഗവും തമ്മിൽ ബന്ധങ്ങൾ അറ്റുപോകുകയും ചെയ്യുന്ന സന്ദർഭം. ഈ രണ്ട് ടീമും രണ്ടായി പിരിയും. എന്നിട്ട് പറയാൻ അതായത് ഈ അനുയായികൾ അന്ന് അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ നേതാക്കന്മാർ ഇപ്പൊ ഞങ്ങളെ കയ്യൊഴിഞ്ഞു, അതുകൊണ്ട് പടച്ചോനെ ദുനിയാവിലെ കോല കൂടെ ഞങ്ങളൊന്ന് മടക്കി അയച്ചാൽ ഞാൻ ഈ നേതാക്കന്മാരെ മുഴുവനും തള്ളിക്കളയും, അവർ ഞങ്ങളെ ചതിക്കുകയായിരുന്നു. ഇനി കേട്ടോളൂ എൻ്റെ 4ാമത്തെ ഖുർആനിക വചനം. അതോടുകൂടി ഞാൻ എൻ്റെ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. يوم تقلب وجوههم في النار يقولون يا ليتنا أطعنا الله وأطعنا الرسول وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل. അതിൻ്റെ അർത്ഥം ശരിക്ക് കേട്ടോളി. നരകത്തിൽ മുഖം കീമേൽ മറിക്കപ്പെടുന്ന ദിവസം അന്നവർ പറയും, അള്ളയും റസൂലും പഠിപ്പിച്ച പോലെ ജീവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അടുത്ത വാചകം എന്താ അറിയോ? വഖാലു, അവർ പറയും, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഇന്നാ അത്വഅനാ, ഞങ്ങൾ അനുസരിച്ചു, സാദത്തനാ, സാദാത്യങ്ങളെയും, വകുബ്രാഅനാ, കുബ്രായിങ്ങളെയും ഞങ്ങൾ അനുസരിച്ചു, വൈലത്തൂർ സാദാത്യങ്ങളെയും തങ്ങന്മാരെയും ഞങ്ങൾ അനുസരിച്ചു. ഇങ്ങനൊരു ഖുർആനിക വചനം നോക്ക്. എന്നിട്ട് അള്ളാഹ് പറയാ, അനുസരിച്ചിട്ട് എന്തുണ്ടായി? ഫഅളല്ലൂന സബീല, ഓല് ഞങ്ങളെ വഴിവേപ്പിച്ച് കളഞ്ഞു, ഞങ്ങളെ നരകത്തിൽ. എന്നിട്ട് പറയാ, റബ്ബനാ ആതിൻ ളൈഫൈനി മിനൽ അദാബ്, ഞങ്ങളെ പകര ഉസ്താദിന് ഇരട്ടി ശിക്ഷ കൊടുക്കണേന്ന്. ഇതൊക്കെ ഖുർആനിലുള്ള. അതുകൊണ്ട് ചൂഷണമുക്തമായ വിശ്വാസത്തിന്റെ അതില്ലാണ്ടാകാൻ ഒറ്റ വഴിയേ, ഏകനായ റബ്ബിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാം. ഒരു നിലക്ക് ഒരാളെയും ചൂഷണം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം സമ്മേളനത്തിൽ അതീവ ഗൗരവമായി ഈ വിഷയത്തെ നിങ്ങൾ നോക്കിക്കാണണം. പ്രിയപ്പെട്ടവരെ, എൻ്റെ വാക്കുകളും എൻ്റെ ഈ വിഷയാവതരണവും അല്പം ഗൗരവമുള്ളതും ചൂടേറിയതുമാണ്, കോംപ്രമൈസ് ഇല്ലാത്തതാണ്. കാരണം ഇത് ഒരിക്കലും നേർപ്പിച്ച് പറയാൻ പറ്റുന്നൊരു വിഷയമല്ല. അതുകൊണ്ട് അത്ര ഗൗരവമായി ഞാൻ ഈ വിഷയത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പരലോകത്ത് ഓർത്തുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചത് നിങ്ങളോട് പറയും. എൻ്റെ വിഷയം വളരെ ഗൗരവപ്പെട്ടതായതുകൊണ്ട് ഞാൻ അല്പം ഗൗരവമായി വിഷയം അവതരിപ്പിച്ചു. ആ വിഷയത്തിൻ്റെ എല്ലാ ഭാഗവും നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹുവിന് പകരം സൃഷ്ടികളെ ആരാധിക്കുന്നിടത്തേക്ക് മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ചൂഷണ പദ്ധതികളെ നമ്മൾ ശരിക്ക് ചിന്തിക്കുക. ലാനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ എന്ന് ആ ജൂതന്മാരും നസാറാക്കളും ഖബർ കെട്ടിയുയർത്തി ആരാധന നടത്തിയവരാണ്. അങ്ങനൊരവസ്ഥ നിങ്ങൾക്ക് വരരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്. ഈ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിഷയാവതരണം ശ്രദ്ധിച്ച എല്ലാവർക്കും അഗൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കിതൊക്കെ ഒരു വെളിച്ചം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എത്രത്തോളം ശിർക്ക് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതിൻ്റെ ഗൗരവം ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക, തൗഹീദിൻ്റെ പ്രചാരരാവുക, ശിർക്കിനെതിരെ ശബ്ദിക്കുക. സർവശക്തൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യൂനപക്ഷ തീവ്രവാദത്തിൽ നിന്നും ഭൂരിപക്ഷ തീവ്രവാദത്തിൽ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകട്ടെ. എല്ലാവിധ ഷർറിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പുരോഹിതന്മാരുടെ ദുർവ്യാഖ്യാനങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മഗ്ഫിറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات والأحياء منهم والأموات ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة
إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.